വിവിധ കാരണങ്ങളാൽ കഴിഞ്ഞ ഒരു വർഷത്തിനകം സംസ്ഥാനത്ത് നെൽകൃഷി ഉപേക്ഷിച്ചത് 1,00,000 മുകളിൽ കർഷകരാണ്. സപ്ലൈകോ വെബ്സൈറ്റിലെ പാഡി പേയ്മെന്റ് സ്റ്റാറ്റസിലാണ് നഷ്ടം കാരണം പിടിച്ചു നിൽക്കാനാകാതെ നെൽകർഷകർ കൃഷി ഉപേക്ഷിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. സംസ്ഥാനത്ത് നെല്ലുൽപാദനത്തിൽ മുന്നോക്കം നിൽക്കുന്ന പാലക്കാട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും അധികം കർഷകർ തങ്ങളുടെ വർഷങ്ങളായുള്ള ഉപജീവന മാർഗം ഒടുവിൽ ഉപേക്ഷിച്ചത്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗവും ഓരുവെള്ള പ്രവാഹവും പുഞ്ച നെൽകൃഷി വൻ നഷ്ടത്തിലാക്കി. ഈ സീസണിലെ കണക്ക് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ മാത്രം 243 ഹെക്ടറിലുണ്ടായ നെൽകൃഷി നാശത്തിൽ 271 കർഷകർക്കായി 3.64 കോടിയുടെ നഷ്ടമാണുണ്ടായത്. സംസ്ഥാനത്ത് 2024-25 വർഷം 2,06,879 കർഷകരാണ് 2 സീസണുകളിലായി നെൽകൃഷിയിൽ ഏർപ്പെട്ടത്. എന്നാൽ 2025-26 ഇത് 1,50,827 കുറഞ്ഞു. കൃഷിയും കർഷകരും കുറഞ്ഞതോടെ മുൻവർഷത്തേക്കാൾ 3.49 കോടി രൂപയുടെ നെല്ലിന്റെ കുറവാണ് ഇത്തവണ കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ കൃഷി ഉപേക്ഷിക്കാൻ കർഷകർക്ക് കാരണങ്ങൾ നിരവധിയാണ്. സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായി കൊടുത്തു തീർക്കാത്തതാണ് മുഖ്യ കാരണം. അതിനു പുറമെ മില്ലുകാർ ഏർപ്പെടുത്തുന്ന അമിത കിഴിവും കൂലി വർധനയും രാസവള കീടനാശിനി വില വർധനയും പ്രതികൂല ഘടകങ്ങളാണ്. ഇതിനൊക്കെ പുറമെ തൊഴിലാളി ക്ഷാമവും വിവിധ സബ്സിഡികളിൽ നൽകാനുള്ള കുടിശ്ശികയും മടവീഴ്ചയും തുടങ്ങി നെൽകർഷകൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല. അപ്പോഴും സർക്കാർ തലത്തിൽ മതിയായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിൽ നിന്ന് ഇനിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടലും കർഷകക്ഷേമ നടപടികളും ഉണ്ടാകാത്ത പക്ഷം ശേഷിക്കുന്ന കർഷകർ കൂടി കൃഷി ഉപേക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ.